പ്രസവരക്ഷാ ചികിത്സയുടെ ഭാഗമായി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് ഒരുപാട് തരത്തിലുള്ള രീതികൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. വലിയൊരു ശതമാനം ശരിയായ രീതികളും അതുപോലെ തന്നെ തെറ്റായ രീതികളും ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കും. ഇതാണ് പൊതുവെ ചെയ്യുന്ന രീതി. ഈ ഒരു രീതിയോട് മലയാളികൾക്ക് യോജിപ്പാണെങ്കിലും ചൂടുവെള്ളത്തിൻ്റെ ചൂട് എത്ര എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞിന് താങ്ങാവുന്ന ചൂടാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നവരും അത് പോരാ പരമാവധി ചൂട് ഉപയോഗിക്കണമെന്ന് പറയുന്നവരും ഉണ്ട്. എന്താണ് ഇതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ച്? കൃത്യമായി പറഞ്ഞാൽ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത് ബോഡി ടെമ്പറേച്ചറിന് തുല്യമായ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ്. അതായത് 98 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 37 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ പറഞ്ഞതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അന്തരീക്ഷത്തിലെ താപനില കുറയുന്നതിനനുസരിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട വെള്ളത്തിൻ്റെ ചൂട് അല്പം കൂട്ടാം. അതും മാക്സിമം 120 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 45 മുതൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രം. ഇതിലും കൂടുതൽ ചൂട് കൂടുമ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്നിനെ അത് വളരെ മോശമായിട്ടാണ് ബാധിക്കുക. മുതിർന്നവരുടെ സ്കിന്നിൻ്റെ ഒരു 10 മടങ്ങ് സോഫ്റ്റാണ് കുഞ്ഞിൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചൂടുവെള്ളത്തിൽ കുളി കുഞ്ഞിൻ്റെ സ്കിന്ന് പൊള്ളിപ്പോവാനും കൂടുതൽ ഡ്രൈ ആകാനും കരപ്പൻ പോലുള്ള സ്കിൻ കണ്ടീഷൻസിനും അത് കാരണമാകാറുണ്ട്. ഇതിനു പുറമെ ഹോട്ട് വാട്ടർ എപ്പിലെപ്സി എന്ന് പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന ട്രമേഴ്സ്, ഹീറ്റ് സ്ട്രോക്ക്, ഡീഹൈഡ്രേഷൻ ഇതൊക്കെയും ചൂടുവെള്ളത്തിൽ കുളി അധികമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് ബോഡി ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വെള്ളത്തിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതെങ്കിൽ കുഞ്ഞിന് കിട്ടുന്ന ചില എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. റിലാക്സേഷൻ ആൻഡ് ബോണ്ടിങ്, ഹെൽത്തി സ്കിൻ, ഇംപ്രൂവ്ഡ് സ്ലീപ്പ്, ഇംപ്രൂവ്ഡ് സർക്കുലേഷൻ, അങ്ങനെ കുഞ്ഞിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നതിന് യാതൊരുവിധ എക്സ്ട്രാ ബെനിഫിറ്റ്സും ഇല്ല. കുളിപ്പിക്കുമ്പോൾ കുഞ്ഞ് കഷ്ടപ്പെട്ട് നിലവിളിക്കുകയാണോ അതോ വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയാണോ എന്നുള്ളത് ഓരോ അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കുഞ്ഞും ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ത്രൂ ഔട്ട് ദ പ്രോസസ് കുഞ്ഞ് നിലവിളിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ കാര്യം ഡെഫിനറ്റ്ലി ഒന്ന് പരിഗണിക്കണം.